ടെക് ലോകത്തെ വാർത്തകൾ. ഐക്കണിക് ടൂ വീലർ ബ്രാൻഡായ റോയൽ എൻഫീൽഡ് വീണ്ടും കസ്റ്റംസ് ബൈക്ക് ലോകത്ത് തരംഗമാവുന്നു. ഷോട്ട്ഗൺ 615 ആസ്പദമാക്കി റോളണ്ട് സ്റ്റാൻസി ഡിസൈൻ ഒരുക്കിയ RSD റീലോഡ് 650 റെട്രോ സ്റ്റൈലും റേസിംഗ് സ്പിരിറ്റും ചേർന്ന വ്യത്യസ്ത രൂപകൽപ്പന ശ്രദ്ധ നേടുകയാണ്. കസ്റ്റം ബൈക്കുകളുടെ ലോകത്ത് വീണ്ടും ശ്രദ്ധ നേടി റോയൽ എൻഫീൽഡ്. ഷോട്ട്ഗൺ 650 അടിസ്ഥാനമാക്കി പ്രശസ്ത ഡിസൈനർ റോളണ്ട് സാൻസ് രൂപകൽപ്പന ചെയ്ത RSD റീലോഡ് 650 ബൈക്കാണ് ഇപ്പോൾ വാഹനപ്രേമികളുടെ ചർച്ചാവിഷയം. അമേരിക്കയിലെ പോർട്ട്ലാൻഡിൽ നടന്ന വൺ മോട്ടോർ സൈക്കിൾ ഷോയിലായിരുന്നു ഈ കസ്റ്റം ബൈക്കിന്റെ അവതരണം. കറുപ്പും സ്വർണവും ചേർന്ന റെട്രോ റേസിംഗ് തീം പഴയ ബുള്ളറ്റ് മോഡലുകളുടെ ഓർമ്മകൾ വീണ്ടും ഉണർത്തുന്നു. 1980കളിലെ AMI റേസിംഗ് ബൈക്കുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഡിസൈനിൽ ആംഗിൾഡ് റിയർ ബോഡി വർക്ക്, സിംഗിൾ ഗൺഫൈറ്റർ സ്റ്റൈൽ സീറ്റ്, പ്രത്യേക 5 സ്പോക്ക് RSD വീലുകൾ എന്നിവയാണ് പ്രധാന ആകർഷണം. സസ്പെൻഷൻ അപ്ഗ്രേഡുകൾ, S&S 2-in-1 എക്സ്ഹോസ്റ്റ്, വീതിയേറിയ ഹാൻഡിൽ ബാർ എന്നിവ ബൈക്കിന് കൂടുതൽ സ്പോർട്ടി ലുക്കും മികച്ച റൈഡിംഗ് അനുഭവവും നൽകുന്നു. ക്ലാസിക് ബുള്ളറ്റ് ശൈലിയും ആധുനിക പ്രകടനവും ഒരുമിച്ച് ചേർന്ന ഈ RSD റീലോഡ് 650 റോയൽ എൻഫീൽഡിന്റെ കസ്റ്റം സംസ്കാരത്തിന് പുതിയൊരു മുഖം നൽകുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. AI പ്രവർത്തിക്കുന്ന ഇൻവെന്ററി ടൂൾ ഉപയോഗം അവസാനിപ്പിക്കാൻ ലോകത്തെ ഏറ്റവും വലിയ കോഫി ഹൗസ് ചെയിനായ സ്റ്റാർബക്സ് അമേരിക്കൻ സ്റ്റോറുകളിൽ AI ടൂൾ വിന്യസിച്ച് 9 മാസത്തിന് ശേഷമാണ് സ്റ്റാർബക്സ് അത് ഉപേക്ഷിക്കുന്നത്. CEO ബ്രയാൻ നിക്കോൾ നേതൃത്വം നൽകുന്ന കോഫി ഹൗസ് ചെയിൻ നിരന്തരമായി നേരിട്ടിരുന്ന ഉൽപ്പന്ന ലഭ്യതക്കുറവ് പരിഹരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് AI ടൂൾ വികസിപ്പിച്ചത്. AI പവേർഡ് ഓട്ടോമേറ്റഡ് കൗണ്ടിംഗ് സംവിധാനം സ്റ്റാർബക്സിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുവെന്ന് CTO ഡബ് ഹോൾ ഒരു ബ്ലോഗ് പോസ്റ്റിൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ AI ടൂൾ വിൽപ്പനയെ ദോഷകരമായി ബാധിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ അത് ഒഴിവാക്കാൻ ഒരുങ്ങുന്നത്. 2025 സെപ്റ്റംബറിലാണ് സ്റ്റാർബക്സ് ഓട്ടോമേറ്റഡ് കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ പുറത്തിറക്കിയത്. സ്റ്റോറുകളിലെ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ് ഉടൻ തിരിച്ചറിയാനും ഇൻവെന്ററി ട്രാക്കിംഗ് വേഗത്തിലാക്കാനും രൂപകൽപ്പന ചെയ്തതായിരുന്നു AI പവേർഡ് ടൂൾ. AI ടൂൾ ഇൻസ്റ്റാൾ ചെയ്ത മൊബൈൽ ഡിവൈസുകൾ ഉപയോഗിച്ച് ജീവനക്കാർ ഷെൽഫുകൾ സ്കാൻ ചെയ്താൽ മാത്രം മതിയാകും. തുടർന്ന നടപടികൾ AI സഹായത്തോടെ സ്വീകരിക്കും. പാൽ, സിറപ്പുകൾ എന്നിവയുടെ എണ്ണം കണക്കാക്കുന്ന ജോലി ഓട്ടോമേറ്റ് ചെയ്യുക, കൃത്യത വർദ്ധിപ്പിക്കുക, വിതരണം ഉറപ്പാക്കുക എന്നിവയാണ് ഇതിലൂടെ കമ്പനി ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ഇത് കൃത്യമായി ചെയ്യുന്നതിൽ AI ടൂൾ പരാജയപ്പെട്ടു. ഇതോടെയാണ് ഓട്ടോമേറ്റഡ് കൗണ്ടിംഗ് പിൻവലിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രമുഖ സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ റിയൽമി അവരുടെ റിയൽമി 16 സീരീസ് വിപുലീകരിച്ച പുതിയ ഫോൺ പുറത്തിറക്കി. റിയൽമി 16T എന്ന പേരിലാണ് പുതിയ ഫോൺ കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. AI സാങ്കേതികവിദ്യയിൽ പ്രവർത്തിക്കുന്ന ഫോട്ടോഗ്രാഫി ടൂളുകളും മികച്ച ഡ്യൂറബിലിറ്റിയും ഇതിലുണ്ട്. 144 ഹെർട്സ് റിഫ്രഷ് റേറ്റും 1200 നിറ്റ്സ് ബ്രൈറ്റ്നസ്സുമുള്ള 6.81 ഇഞ്ച് അമോലെഡ് ഡിസ്പ്ലേയാണ് ഫോണിലുള്ളത്. മീഡിയടെക് ഡയമൻസിറ്റി 6300 ചിപ്സെറ്റാണ് ഇതിന് കരുത്തു പകരുന്നത്. 8 GB റാം വരെയുള്ള വേരിയന്റുകളും 256 GB ഇന്റേണൽ സ്റ്റോറേജും ഇത് വാഗ്ദാനം ചെയ്യുന്നു. ആൻഡ്രോയിഡ് 16 അടിസ്ഥാനമാക്കിയുള്ള റിയൽമി UI 7.0 ഇത് പ്രവർത്തിക്കുന്നത്. 45 വാട്ട് വയേർഡ് ഫാസ്റ്റിംഗ് ചാർജിംഗ്, റിവേഴ്സ് വയേർഡ് ചാർജിംഗ്, ബൈപ്പാസ് ചാർജിംഗ് എന്നിവയും പിന്തുണയ്ക്കുന്ന 8000 mAh സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പൊടിയിൽ നിന്നും വെള്ളത്തിൽ നിന്നും സംരക്ഷണമേകുന്ന IP68, IP69 റേറ്റിംഗുകൾ ഇതിനുണ്ട്. 15 MB സോണി IMX 852 പ്രൈമറി റിയർ ക്യാമറയും 1080p വീഡിയോകൾ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന 16 MB സെൽഫി ക്യാമറയും ഇതിനുണ്ട്. ഇതിനൊപ്പം AI പോർട്രേറ്റ് ഗ്ലോ, AI ഇൻസെറ്റ് ക്ലിപ്പ് തുടങ്ങിയ AI ക്യാമറ ടൂളുകളും ലഭ്യമാണ്. 29,999 രൂപ മുതലാണ് വില ആരംഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.